നടക്കുവാ താനേ ഷാകട്ടുമേ ഞാനേ കയറ് വാങ്ങി കൊടുക്കണേ. എന്റെ മനസ്സ് മാറുമെന്നറിയാനേ എന്നെ ഒന്ന് വിരട്ടി നോക്കുവാ. എന്നെ ചൊന്നാലും നീ അശയക്കൂടാതെ. എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതല്ലാതെ അശിക്കാനൊന്നും വന്നിട്ടില്ല. ഞാൻ സമ്മതിക്കൂ. അതല്ലമ്മ, എന്നെ ചൊന്നാലും നീ കൊമ്മണ് ഉட்கார்ന്നു. അത് പിന്നെ പറയണോ? അമ്മാ, നമ്മ കല്യാണ വിഷയത്തെ പറ്റി മാമ ഒന്നും ചൊല്ലല്ലേ? തറവാട്ടിലെ ഇന്നലെ കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ആ കൂട്ടത്തില് നമ്മുടെ കല്യാണവും നടത്താമെന്നാ പറഞ്ഞിരിക്കുന്നേ. അതുവരെക്കും ഞാൻ എപ്പോഴും ഞാൻ വെയിറ്റ് പண்றேன். അപ്പൊ നീ തുമ്മും. ഞാൻ ചുമ്മാ തുമ്മിയതാ ചേച്ചി. അതെങ്ങനാ? പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് വല്ലയിടത്തും പോകുന്ന മഴ നനയല്ലേ? പിന്നെ എല്ലാം എനിക്കറിയാം. ദാ നോക്ക്, നീ മഴയും വെയിലും ഒന്നും കൊള്ളാതെ വേഗം പഠിച്ച് പാസ്സാകാൻ നോക്ക്. നീ പാസ്സായില്ലെങ്കിൽ അമ്മ നിന്റെ സംബന്ധം നടത്തി തരുമെന്ന് വിചാരിക്കണ്ട. ചേച്ചി, ചേച്ചി, അച്ഛാ, അച്ഛാ, ചേച്ചി, എന്താ ചേച്ചി? അയ്യോ, എന്റെ മോക്ക് എന്ത് പറ്റി? എന്താ പറ്റി? അയ്യോ, കുഞ്ഞിക്കുട്ട, നീ പോയി വേഗം ഒരു ഡോക്ടറെ കിട്ടിക്കൊണ്ടുപോയി. മോളെ, നീ കരയുന്നത് കൊണ്ട് മഹേശ്വരി കൂടുതൽ വിഷമിക്കും. സമാധാനമായിരിക്കും. അയ്യോ അമ്മ, എന്താണിത്? മഹേശ്വരിക്ക് എന്ത് പറ്റി? സമാധാനമായിരിക്കും. എല്ലാത്തിനും ദേവി പോയിട്ടുള്ള സമയമേ. ഗൗരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ഗൗരിയമ്മ എവിടെ തന്നെ ഉണ്ടായിരിക്കും. അമ്മേ, എന്റെ കുലദൈവം, അമ്മയ്ക്കറിയാത്തതൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ നീ തന്നെ കാത്തുരക്ഷിക്കണേ അമ്മേ. കുഞ്ഞുനാൾ മുതൽ നിന്റെ പാദപൂജയ്ക്കായി മാത്രം ഒഴിഞ്ഞു വെച്ച അവളുടെ ജീവൻ നിന്റെ കൈകളിലാണമ്മേ. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കാലശേഷം നിനക്ക് പാദപൂജ ചെയ്യാൻ ഈ തറവാട്ടിൽ മറ്റാരുമില്ലമ്മേ, മറ്റാരുമില്ല. അമ്മേ, ഇങ്ങ് വന്നേ. അമ്മ, എല്ലാരും കൂടെ ഇവിടെ കൂടി നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഉടനെ ഡോക്ടറെ കാളയക്കണം. ആരുമില്ല, ഞാൻ പോവാം. ഡോക്ടർ വന്നു മോനെ. എന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു? കുത്തിവെച്ചു, മരുന്നും കൊടുത്തു. ഓഹോ, ഞാൻ ഓർത്തു പ്രാർത്ഥനയും ധ്യാനമായിട്ട് കഴിയണം. അമ്മ അകത്തേക്ക് വിളിക്കോളൂ. മോനെ, ഇവിടെ തന്നെ കാണണം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്താ ഡോക്ടർ, എങ്ങനെ ഇരിക്കുന്നു? തലച്ചോറിൽ നിന്നുള്ള രക്തസ്രാവമാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ല. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കാം. മോളെ, മഹേശ്വരി ധൈര്യമായിരിക്കും. ദേവി നിന്നെ അനുഗ്രഹിക്കും.
ഗൗരിയമ്മേ, രാമായണം മോളെ, ദേവി കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്, എന്നെയല്ല. ദേവി നേരത്തെ നിന്നെ വിളിച്ചു. നീ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലോ മോളെ? എനിക്കൊന്നും വേണ്ട. എല്ലാ വേദനകളും ഭഗവത് തൃപ്പാദത്തിങ്ങനെ അർപ്പിച്ചുകൊണ്ട് സന്തോഷമായി പോയവളാണ് എന്റെ ചേച്ചി. നീ ഇങ്ങനെ ദുഃഖിച്ചാൽ അവളുടെ ആത്മാവ് വേദനയ്ക്കില്ലേ മോളെ? എന്റെ ചേച്ചി, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ മോളെ. എന്റെ ചേച്ചി, എന്റെ ചേച്ചി, ചേച്ചി. എന്താ മോളെ? എന്താ മോളെ? എന്റെ ചേച്ചി, എന്റെ ചേച്ചി. ഇന്ദിരേ, അതെ, കുറച്ചു മുമ്പ് എന്റെ അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ചേച്ചി, എന്റെ മഹേശ്വരി ചേച്ചി